എത്ര നിഷ്കളങ്കമാണെന്ന് നോക്കണേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്രയധികം കള്ളവോട്ട് ചേർത്തതൊന്നും കമ്മീഷന് ഒരു പ്രശ്നമേ അല്ല എന്ന്. അതൊക്കെ സ്വാഭാവികമല്ലേ എന്നാണ് ഗ്യാനേഷ് കുമാറിന്റെ ചോദ്യം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണത്തിന് പോലും മറുപടി പറയാതെ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി മാത്രമായി നടത്തിയ ഒരു വാർത്താ സമ്മേളനം എന്നു മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തെ കാണാൻ സാധിക്കൂ. അല്ലാതെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങളിൽ രാഹുലിനെ എന്നല്ല രാജ്യത്തെ ബോധിപ്പിക്കാനുള്ള മറുപടി പോലും കമ്മീഷന്റെ പക്കലില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ഭരണഘടനയെന്നും രാജ്യസ്നേഹമെന്നുമൊക്കെ പറഞ്ഞ് തടിതപ്പാൻ കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യവും വ്യക്തവുമായിരുന്നു. ഓരോ വിഷയങ്ങളും കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ക്രമക്കേട് വിഷയമായ രാഹുലിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. അതിനു പകരം ആ വാർത്താ സമ്മേളനങ്ങളിൽ ഉയർന്നു കേട്ടത് കുറച്ച് രാജ്യസ്നേഹവും ഭരണഘടനയും പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഏതാനും സാങ്കേതിക കാര്യങ്ങളും മാത്രം. സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് പോലും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നിഷ്പ്രയാസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നിരിക്കെ അതിനുള്ള ഒരു ശ്രമം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാന ആരോപണം കൃത്യമായ മേൽവിലാസം പോലും ഇല്ലാതെ 0 എന്ന വീട്ടു നമ്പർ രേഖപ്പെടുത്തി നിരവധി വോട്ടുകൾ ചേർത്തു എന്നായിരുന്നു. എന്നാൽ ഇത് ക്രമക്കേടല്ലെന്നും വീടില്ലാത്തവർക്കും വോട്ടുണ്ടാകുമല്ലോ എന്നും അവർക്ക് വീട്ടു നമ്പർ ഉണ്ടാകില്ല എന്നുമാണ് കമ്മീഷന്റെ വാദം. പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, കൃത്യമായ മേൽവിലാസമില്ലാതെ വീട്ടു നമ്പറില്ലാതെ എങ്ങനെയാണ് വോട്ടർ ഉണ്ടാകുക? ഒരു സംശയമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ട് എങ്കിൽ അത് സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമല്ലേ? പണ്ടത്തെ ദൂദ്നാഥ് പ്രസാദ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് പറന്നു നടക്കുന്നവർക്കും വന്നു പോകുന്നവർക്കും വോട്ടുണ്ടാകില്ല എന്നല്ലേ? അപ്പോൾ പിന്നെ ആരെ രക്ഷിക്കാനാണ് താങ്കളുടെ ഈ ശ്രമം? വോട്ടർ ലിസ്റ്റ് വേറെ, വോട്ടിംഗ് പ്രക്രിയ വേറെ എന്നാണ് താങ്കളുടെ അടുത്ത വിശദീകരണം. രണ്ടിടത്തെ പേരുണ്ട് എന്ന് കരുതി കള്ളവോട്ട് നടന്നുവെന്ന് അർത്ഥമില്ല എന്ന് പറയുന്നുണ്ട്. സാർ, രണ്ടിടത്ത് 2 പേരുള്ളത് കള്ളവോട്ടാകില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഒരേയാളുടെ പേര് രണ്ടിടത്തുണ്ട് എങ്കിൽ അത് കള്ളവോട്ട് തന്നെയാണ്. അത് കണ്ടെത്താനുള്ള ഒരു സാങ്കേതിക വിദ്യ പോലും ഈ AI കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലില്ല എന്നത് തികച്ചും ലജ്ജാവഹമല്ലേ സാർ? മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക സംബന്ധിച്ചാണ് ഇനി കമ്മീഷണറുടെ വിശദീകരണം. മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക നിരോധിച്ചതാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക വോട്ടറുടെ സ്വകാര്യത ലംഘിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതായത് അവനവന് പോലും തിരിച്ചറിയാത്ത തിരിച്ചറിയൽ കാർഡിലെയൊക്കെ ഫോട്ടോ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്. ബഹുകേമം തന്നെ ഈ കണ്ടെത്തൽ. എന്നിട്ടോ BJP വിജയിച്ച കേരളത്തിലെയും കർണാടകത്തിലെയും മണ്ഡലങ്ങളിൽ ഉയർന്ന വോട്ട് ക്രമക്കേട് ആരോപണം പാടെ തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. വോട്ടുകൊള്ള ആരോപണത്തിന് മറുപടി നൽകുന്നതിന് പകരം രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള വിശദീകരിച്ച രീതിയെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. നിരവധി വോട്ടർമാരുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് തെറ്റാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അല്ലാതെ രാഹുൽ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ചക്കെന്ന് പറയുമ്പോൾ ചുക്കെന്ന് മറുപടി നൽകുന്നത് എങ്ങനെയാണ് ശരിയാകുക? വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ആക്ഷേപം ഉന്നയിച്ചിട്ടും സത്യപ്രസ്താവന നൽകണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ നടന്ന വോട്ട് ക്രമക്കേടാണ് 4 മാസത്തെ ശ്രമഫലമായി കണ്ടെത്തി പൊതുസമൂഹത്തോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ദിവസങ്ങൾക്കകമാണ് അനുരാഗ് ഠാക്കൂർ ഇതുപോലെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? BJPക്ക് ഇലക്ട്രോണിക്സ് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിട്ടുണ്ടോ? വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ച അനുരാഗ് ഠാക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യപ്രസ്താവന ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? രാജ്യത്ത് മറ്റു പലയിടത്തും വ്യാജ വോട്ടുകൾ ഉണ്ട് എന്ന് അനുരാഗ് ഠാക്കൂറിന്റെ ആക്ഷേപത്തിലൂടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് BJP സമ്മതിക്കുകയല്ലേ ചെയ്തത്? അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏറനാട് മണ്ഡലത്തിലെ വോട്ടറായ മൈമൂനയ്ക്ക് 3 ബൂത്തുകളിൽ വോട്ടുണ്ട് എന്ന ആരോപണം ഠാക്കൂർ ഉയർത്തിയിരുന്നു. 3 ബൂത്തുകളിൽ 3 പഞ്ചായത്തുകളിലെ മൈമൂനമാർ ആണ് ഇതെന്ന് പിന്നീട് മാധ്യമങ്ങൾ കണ്ടെത്തിയതുമാണ്. നിരവധി വോട്ടർമാരുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് തെറ്റാണ് എന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അനുരാഗ് സിംഗ് ഠാക്കൂർ ചെയ്തതും തെറ്റല്ലേ?
റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷവും 45 ദിവസത്തിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപ്രീം കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പിനെതിരെ ഹർജി ഫയൽ ചെയ്യാമെന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ആ സമയത്ത് പരാതികളൊന്നും ഉന്നയിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാളുകൾക്ക് ശേഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം രാജ്യത്തെ വോട്ടർമാർ മനസ്സിലാക്കുമെന്ന് പറയുന്നത് അത്രയും അടിസ്ഥാനമില്ലാത്ത ന്യായീകരണമല്ലേ സാർ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷന് ഒരുപോലെയാണ് എന്ന് പറയുമ്പോഴും BJP വിജയിച്ച സ്ഥലത്തെ വോട്ടർ പട്ടിക ക്രമക്കേടടക്കം ഇവിടെ നടന്ന എല്ലാ ക്രമക്കേടുകളെയും ഭരണഘടനയുടെ പേര് പറഞ്ഞ് മറച്ചു പിടിക്കുന്നത് ആരെ രക്ഷിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൽ എല്ലാം ചോദ്യമുന്നിൽ നിൽക്കുന്നത് BJP എന്ന ഭരണ പാർട്ടിയല്ലേ? സ്വാഭാവികമായും പ്രതിരോധത്തിലായ BJPയെ സഹായിക്കാനല്ലാതെ മറ്റാരെ രക്ഷിക്കാനാണ് ഈ നാടകം കളിക്കുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ എല്ലാം വോട്ടർമാർ മനസ്സിലാക്കുന്നില്ലേ? 18 കഴിഞ്ഞ പ്രബുദ്ധരായ ജനങ്ങൾ തന്നെയാണ് സാർ ഇന്നാട്ടിലെ വോട്ടർമാർ. അവിടെ സാർ പറയുന്നത് പോലെ ഈ ക്രമക്കേട് ആരോപണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണഘടനയെയും അവഹേളിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നത് ബാലിശമല്ലേ? ഭരണഘടനയെ അവഹേളിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ക്രമക്കേട് ആരോപണങ്ങൾ രാജ്യദ്രോഹമാണെന്നാണോ? നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. അത് ഹനിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിനെ സാങ്കേതികത പറഞ്ഞ് മറികടക്കുകയാണോ വേണ്ടത്? രാഹുൽ ഉയർത്തിയ ചോദ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഒപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതി ഉയർത്തിയ ചോദ്യങ്ങളും അവിടെ തന്നെയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ SIR-നെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്ര ഇന്നലെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 80,000-ത്തിലധികം കള്ളവോട്ട് ചേർത്തുവെന്ന് പുതിയ ആരോപണവും ഉയരുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുന്നത്. സത്യവാങ്മൂലമില്ലെങ്കിൽ അന്വേഷണമില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് കമ്മീഷന് തോന്നുന്നുണ്ടോ? അതിനിടെ വോട്ടുകൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യം. ഇന്ന് രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ ചർച്ചകളാണ് നടന്നിട്ടുള്ളത് എന്നാണ് വിവരം. തുടർ നടപടി തേടി പ്രതിപക്ഷം പാർലമെന്റിന് നോട്ടീസ് നൽകും. എന്നാൽ ഇംപീച്ച് നടപടിക്കായി ലോക്സഭയിലും രാജ്യസഭയിലും 3-2 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാകണം. രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ അധികാരവുമില്ല. സഭകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നത്. പ്രമേയം പാസ്സാകാൻ 3-2 ഭൂരിപക്ഷം വേണമെന്നിരിക്കെ അത്രയും അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഇല്ലാത്തത് പ്രതികൂലമായി മാറാനാണ് സാധ്യതയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.